ആർട്ട്ലിസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ സിംഗിൾ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യാമെന്നും അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ സിംഗിൾ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പെയിൻ്റാണ്, അതായത് ആക്രിലിക് പെയിൻറ്റ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പേപ്പർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പെയിൻറ്റിങ് പോലെ അതിനെക്കൊണ്ട് കുറച്ചും കൂടി വെയിറ്റ് ഉള്ള GSM ഒരു 300 GSM ഉള്ള പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയും അതേപോലെ അധികം ബക്കിളാവില്ല. ഇത് 180-ൻ്റെയാണ്, കുഴപ്പമൊന്നുമില്ല 180-ലും ചെയ്താൽ. പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഫിനിഷ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ജസ്റ്റ് 8 ഇഞ്ചുള്ള പേപ്പറാണ്. ഇത് നോർമൽ കൺസ്ട്രക്ഷൻ പേപ്പർ ആട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി ക്യാൻവാസ് ചെയ്യണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം, പാനലിൽ ചെയ്യണമെങ്കിൽ പാനലിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഓപ്ഷൻ. കാരണം ആക്രിലിക് പെയിൻറ്റിങ് നിങ്ങൾക്ക് എവിടെയാണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് അതിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ആക്രിലിക് പെയിൻറ്റിങ്ങിന് ഞാൻ ഗ്ലാസ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ബ്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രഷിനൊന്നും ആവശ്യമില്ല. ബേസിക് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ്, റൗണ്ട് ബ്രഷ്, ഡീറ്റെയിൽ ബ്രഷ്. ഫ്ലാറ്റ് ബ്രഷ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കുറേ അധികം പാറ്റേൺസും കാര്യങ്ങളും ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ബ്രഷും യൂസ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷിൻ്റെ ട്യൂട്ടോറിയൽസ് ആയിരിക്കും കാണിക്കുന്നത്. ഫ്ലാറ്റ് ബ്രഷിന് പൊതുവെ ഇതുപോലെയുള്ള, അതായത് ആംഗിൾ ബ്രഷ് അല്ലെങ്കിൽ ബ്രൈറ്റ്, ഇങ്ങനത്തെ ബ്രഷുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ സെയിം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ബ്രഷിൻ്റെ അതേ ടെക്നിക്സാണ് ഈ ബ്രഷൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒരു തുണി വേണം പെയിൻറ്റ് ഇതാക്കി കഴിഞ്ഞാൽ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ്, അതായത് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് പേർപ്പിളാണ്. ഇങ്ങനത്തെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് 2 സൈഡിലൊക്കെ. ഇവിടെ ഞാൻ വേറെ കളറൊന്നും എടുക്കുന്നില്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ 2 കളറിൽ. കുറേ എടുത്ത് വെക്കണം എന്ന് ഞാൻ പറയില്ല, കുറേ എടുത്ത് വെക്കൊന്നും വേണ്ട, കാരണം ആക്രിലിക്കാണ്. അപ്പം ഒരുപാട് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങി പോവുകയും ചെയ്യും. ആദ്യം എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലാറ്റ് ബ്രഷിലേക്ക് കളർ ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓൾറെഡി ആക്കിയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക, ഈ ഒരു സൈഡ് ഇതിന് ഡിപ്പ് ചെയ്യുക. 2 ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ കളറാക്കിയിട്ടുള്ളത്. സോ അതിന് ഞാൻ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പുറത്ത് വൈറ്റും ഇപ്പുറത്ത് പേർപ്പിളും. അതേപോലെ ഇനി കുറച്ചും കൂടി പെയിൻ്റാണ്, ഇതേപോലെ ലോഡ് ചെയ്യുക, ഇതിങ്ങനെ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടല്ല വരച്ചത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതേപോലെ വരയ്ക്കുക. അപ്പം 2 സൈഡിലും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പെയിൻ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് ഞാൻ പെയിൻ്റ് എടുത്തു. കുറച്ച് സ്പീഡിലാക്കിയാൽ ഇതങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് എങ്ങനെയാണ് ബോട്ടിലിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. കണ്ടോ, ഒന്നും ഞാൻ ചെയ്തില്ല, ജസ്റ്റ് പേപ്പറിൽ വെച്ചു, ചെറുതായിട്ടൊന്ന് അമർത്തി വലിച്ചു, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാ ഇപ്പം എന്നെ കണ്ടില്ല, നമുക്ക് ഒരു ഗ്രേഡിയൻ്റ് പോലെയല്ലേ കിട്ടിയത്. ജസ്റ്റ് ആ പേപ്പറിൽ ഒന്ന് ജസ്റ്റ് തൊട്ടാൽ ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടു, പിന്നെ ഒന്ന് പുള്ള് ചെയ്തു. ഇത് പെയിൻ്റ് അതിനകത്ത് തീരെ കുറഞ്ഞു പോയതിനെ കൊണ്ടാണ് അത് കുറച്ച് ക്രാക്സ് പോലെ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ്റ് ഒന്നും കൂടി ഇതേ പൊസിഷൻ മാറ്റരുത്, പൊസിഷൻ ഇതന്നെ വെച്ചിട്ട് വേണം പെയിൻറ്റ് ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പെയിൻറ്റ് എടുത്തു, ഇപ്പുറത്തെ സൈഡിലും പെയിൻറ്റ് എടുത്തു, ഇതാ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അപ്പം ഞാൻ 2 സൈഡിലും പെയിൻറ്റ് ലോഡ് ചെയ്തു. മറ്റേത് ആദ്യം കാണിച്ചാൽ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇതോ ബ്രഷ് ബെൻഡ് ആവുന്ന നോക്കിക്കോ, നിങ്ങൾക്ക് ആണെങ്കിൽ ഡയറക്ഷനിൽ ഞാൻ കാണിച്ചു തരാം. ബ്രഷിൻ്റെ ബെൻഡ് ആവുന്ന നോക്കിക്കോളൂ, ബ്രഷ് ബെൻഡ് ആവുന്ന എത്രത്തോളാണെന്ന് നോക്കിക്കോളൂ. ഇതുണ്ടോ, ഇത്രത്തോളമാണ് ബ്രഷ് ബെൻഡായിട്ടാണ് ഞാൻ വലിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തൊട്ടു, ഞാൻ നേരെ പോകുന്നതിന് പകരം കുറച്ചൊന്ന് മുകളിലേക്ക് ബ്രഷിനെ നീക്കി താഴോട്ടാക്കി വീണ്ടും ഞാൻ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു. കണ്ടോ, ബ്രഷ് എങ്ങോട്ട് പോകുന്നു ആ ഒരു ഇതിൽ ആണ് ഇത് പോകുന്നത്. അപ്പം
അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, പേപ്പറിനെ നിവർത്തി ബ്രഷ് എത്രത്തോളം ബെൻഡ് ആവുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഇതാ ഇങ്ങനെ പോകുമ്പോൾ മുകളിലേക്ക്, അപ്പോൾ മുകളിലേക്കാണ് നമുക്ക് പോകണമെന്ന് വെച്ചാൽ പ്രഷർ കൂടുതൽ കൊടുക്കേണ്ട മുകളിലേക്കുള്ള ഡയറക്ഷനിൽ. പിന്നെ നമുക്കൊരു കേവ് ഇതേപോലെ ഇങ്ങനെ ഒരു ബെൻഡ് വേണ്ടേ, അപ്പം നമ്മളിത് ഇങ്ങനെ വന്നിട്ട് ബെൻഡിലേക്ക് കുറച്ച് കൊടുത്ത് നല്ല താഴോട്ട്, ഇനി പ്രഷർ നമ്മൾ ചെറുതായിട്ട് താഴോട്ടാക്കി. ഇനി ഇതേപോലെ നമ്മൾ പ്രഷർ കുറച്ച് മുകളിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ എങ്ങോട്ട് ഒരുപാട് പ്രഷറിൻ്റെ ഒന്നും ആവശ്യമില്ല, കണ്ടോ ഇത്രത്തോളമാണ് പെയിൻറ്റ് ബ്രഷ് ബെൻഡ് ആവുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് വന്നു മുകളിലേക്ക് പോയി. നമ്മൾ എങ്ങോട്ടാണോ പ്രഷർ കൊടുക്കുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ ബ്രഷ് പോവുക. നമ്മളിങ്ങനെയും ഒരു ലൈൻ കൊടുക്കുകയാണെങ്കിൽ നോക്കോ, ഇനിയിപ്പോൾ എനിക്ക് മുകളിലേക്ക് മാത്രം ഒരു പെറ്റൽ പോലെ എന്തെങ്കിലും ഫോം ചെയ്യാനാണെങ്കിൽ ഇതാ ഇങ്ങനെ വന്നു ഉണ്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വി ആയിട്ടുള്ള പെറ്റലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വേണ്ട പെറ്റൽ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് നന്നായി പ്രസ്സായേ, ഇപ്പം നേരത്തേലും കുറച്ചധികം ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആയിക്കോ, ഇത് പെയിൻറ്റ് കുറഞ്ഞതിനെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്രാക്ക് വന്നത്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി പെയിൻറ്റ് ലോഡ് ചെയ്യുക. അന്നേരം അവിടേക്ക് തന്നെ വരിക. അതാ നമ്മൾ അവിടെ നിന്ന് പ്രസ് ചെയ്തു, ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്യില്ല, അവിടെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കുറയ്ക്കുക. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ കണ്ടോ, പ്രഷർ കൊടുക്കുമ്പോൾ ഇത്രയും ബെൻഡാവും. അപ്പം കണ്ടോ ഇത്രയാണ് വരുന്നത്. നമ്മൾ തീരെ പ്രഷർ ഇല്ലാത്തപ്പം ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ പ്രഷർ കൂട്ടുമ്പം ഇങ്ങനെ ഈ ഒരു ഇത്രയും പാച്ചായിട്ട് വരും. ജസ്റ്റ് പ്രഷർ ഒന്ന് ജസ്റ്റ് തൊട്ട പോലെ ആകുമ്പോൾ ഇത് നേരെ ഇത് എത്ര തിക്നെസ്സായി, ഭയങ്കര തിന്നല്ലേ, ആ തിക്നെസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് നിർത്താനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ തിക്നെസ് ആണല്ലോ വേണ്ടത്. വി ഇനി ഇത് ഇങ്ങനെ രണ്ടും ഒരു പോയിന്റിലേക്കാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളിത് ഇങ്ങനെ വന്നു മുകളിലേക്ക് പോയി താഴോട്ട് വന്നു. ഇതിനകത്ത് ഞാൻ അധികം പ്രഷറൊന്നും എടുത്തിട്ടില്ല. നോക്കിക്കോ, ഞാൻ ഒന്നും കൂടി വി കാണിക്കാം. എന്താ ഇങ്ങനെ വന്നു. ഇതിനകത്ത് ഞാൻ പ്രസ് ചെയ്തിട്ടേ ഇല്ല, നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ പ്രസ് ചെയ്തിട്ടേ ഇല്ല, ബ്രഷ് അങ്ങനെ തന്നെയാണുള്ളത്. നോക്കിക്കോളൂ, നമ്മൾ വി വരയ്ക്കണേ. വി വരച്ചു, എന്നിട്ട് അതിനതാ മുകളിലേക്കാക്കി താഴോട്ട് കൊണ്ടുവന്നു. കാരണം നമ്മൾ നിർത്തുക അതിനെക്കൊണ്ട് ജസ്റ്റ് ആ പോയിന്റിലേക്ക് വീണ്ടും കൊണ്ടുവരിക. നമുക്ക് ഒരുപാട് വൈഡായിട്ട്, അതായത് ഇങ്ങനത്തെ ഇത് വരണം എന്നുള്ളപ്പോഴാണ് നമ്മൾ അതിനെ ബ്രഷിനെ കുറച്ച് പ്രഷർ കൊടുക്കുന്നത്. നിർത്താനാവുമ്പോൾ നമ്മൾ ആ ബ്രഷിനെ നേരെ കുത്തനെയാക്കുക, അതായത് ഈ ടിപ്പിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇപ്പോൾ എനിക്ക് സപ്പോസ് ഒരു ഫ്ലവർ വരയ്ക്കണം എന്ന് വിചാരിക്കും, അങ്ങനത്തെ പറ്റില്ല. കുറച്ച് ഞാൻ കുത്തെടുത്തു, അതിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡോട്ട്സ് ഇട്ടത്. ഇനി ഞാൻ ഇതേപോലെ വി പോലത്തത് വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ബെൻഡൊന്നും ചെയ്യുന്നില്ല. ഉണ്ടോ, പെയിൻറ്റ് ഇങ്ങനെ എന്താ ക്രാക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പെയിൻറ്റ് ബ്രഷിൽ തീരാനായി എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ലോഡ് ചെയ്യണം. ഇനി അടുത്ത പെറ്റൽ വരയ്ക്കുകയാണ്. പൈല് ഇപ്പോൾ നമ്മൾ ഒരു ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനെ കൊണ്ട് എല്ലാ പെറ്റൽസും ഒരേ സൈസായിരിക്കും. ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അതേപോലെ നമുക്ക് ഒരുപാട് വിടർന്ന, അതായത് ഭയങ്കര സ്പ്രെഡായിട്ടുള്ള പെറ്റൽസ് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ കണ്ടോ, നിർത്തുമ്പം അതിനെ തിന്നാക്കി കൊണ്ടുവരിക. ഇത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈ ഒരു ബേസിക് സംഭവം വെച്ചിട്ട്, അതായത് നമ്മൾ രണ്ട് സൈഡിൽ പെയിൻറ്റ് ലോഡ് ചെയ്യുന്നു, അതിന് എങ്ങനെയാണോ നമ്മൾ എവിടെയാണോ പ്രഷർ കൊടുക്കുന്നത് അവിടേക്കാണ് ബ്രഷ് നീങ്ങുക. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് ഒരു കേവ് വരയ്ക്കുകയാണ്. ഇതാണ് കണ്ടോ കേവ്. ഇനി ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് വരയ്ക്കാം. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ബ്രഷിനെ നീക്കി കൊടുക്കണം. ഇപ്പം അല്ലാണ്ട് നീക്കി കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താഴോട്ടേക്ക് ഇങ്ങനെ ആക്കിയതിനെ കൊണ്ടാണ് ബ്രഷിന് ഇവിടെ ഇങ്ങനെ ഒരു കേവ് വന്നത്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഒരു കേവ് വന്നത്. ഞാൻ ഈ താഴോട്ടേക്ക് ആക്കിയില്ല, നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഇതേ പാറ്റേൺ ആണ് വരിക. അപ്പോൾ എനിക്ക് കേവ് താഴോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ഇങ്ങനെ താഴോട്ട് ബ്രഷിനാക്കി കൊടുക്കണം. നമുക്ക് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ,
ഇതാണ് ബേസിക് സംഭവം. അതായത് രണ്ട് സൈഡിൽ ലോഡ് ചെയ്യുക, നമ്മൾ എങ്ങോട്ട് വരയ്ക്കുന്നു, നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് ബ്രഷിനോട് നീങ്ങാൻ പറയുന്നു ആ ഡയറക്ഷനിലേക്ക് ബ്രഷ് പോയിട്ട് നമുക്ക് ഈ പാറ്റേൺ കിട്ടുന്നുള്ള രീതിക്കാണ്. ഇത് ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണല്ലോ. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷിനെ കൊണ്ട് ഞാൻ സപ്പോസ് ഇങ്ങനെ റോസിൻ്റെ ഇത് വരയ്ക്കാൻ പോവാണ്. തിരിച്ച് ഓപ്പോസിറ്റ് വരച്ച് കഴിഞ്ഞാൽ റോസിൻ്റെ തന്നെ ഒരു എൻഡ് പോലെ നമ്മൾ ഏത് ഡയറക്ഷനിൽ ഏത് സൈസിലാണോ കൊണ്ടുവന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് ബ്രഷ് നീങ്ങുക. കുറച്ചും കൂടി പെയിൻ്റ് എടുക്കുക, ഫ്ലാറ്റ് എടുക്കുക. ഇനി നമുക്ക് ഇങ്ങനത്തെ പെറ്റലാണ് വേണ്ടത്. അതായത് നമ്മൾ ഈ ചെരിച്ച് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നീക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണിത് നീങ്ങുക. കണ്ടോ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ കണ്ടോ ബ്രഷ് നീങ്ങുന്നത് കണ്ടോ. ഒരുപാട് ബ്രഷൊന്നുമില്ല, ജസ്റ്റ് ബ്രഷിനെ മൂവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ബ്രഷിനെ ജസ്റ്റ് മൂവ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നിർത്താൻ പോകുന്നിടത്തിലേക്ക് ബ്രഷിനെ മെലിഞ്ഞു കൊണ്ടുവരാം. അന്നേരം പ്രഷർ കുറച്ചിട്ട് ജസ്റ്റ് വലിച്ചു. ഓക്കെ, അതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാണ്. ഏത് ഡയറക്ഷനിലേക്കാണ് എനിക്ക് ആ കേർവ്സ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഉള്ളിലേക്കാക്കി വരയ്ക്കുകയാണ്. അപ്പം ഉള്ളിലേക്കാക്കുമ്പോൾ തിന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുറച്ചു. കണ്ടോ, ഇനി എനിക്ക് ഇവിടെയാണ് പെറ്റൽ വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ എനിക്ക് ഒരു വെള്ള കളർ പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വൈറ്റ് എടുത്തു, ഇങ്ങനെ വെച്ചു. കണ്ടോ, എനിക്ക് ഉള്ളിൽ കൂടെ കുറച്ചും കൂടി പെറ്റൽ വേണം. ഇതിന് നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ ബ്രഷ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ സ്ട്രോക്കാണ് വേണ്ടത്, അതായത് ചെറിയ പെറ്റലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ നമ്മളിങ്ങനെ പിടിച്ചു, ജസ്റ്റ് ഒന്ന് അവിടെ പ്രസ് ചെയ്തു, താഴോട്ട് വന്നപ്പോഴേക്ക് പ്രഷർ കുറച്ചു. ഉണ്ടോ, ഇനി കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബെൻഡ് ചെയ്തു, പ്രസ് ചെയ്ത് കുറച്ച് പ്രഷർ കൊടുത്തു, ബെൻഡ് ചെയ്തു, പ്രഷർ കൊടുത്തു. എന്നിട്ട് താഴോട്ട് വന്നിട്ട് നിർത്താൻ പോകുന്നിടത്തിലേക്ക് നീക്കിയിട്ട് പ്രഷർ കുറച്ചു. അപ്പോൾ നമ്മൾ റോസിൻ്റെ പെറ്റൽസ് വരയ്ക്കായിരുന്നില്ല. അപ്പോൾ നമുക്ക് വലിയ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കുക, എന്നിട്ട് ഇതിനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പെറ്റൽസ് കിട്ടും. ഓക്കെ, നിർത്താനാവുമ്പം ജസ്റ്റ് പ്രഷർ കുറയ്ക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. എന്തുണ്ടോ, പിന്നെ ഇങ്ങനത്തെ പെറ്റലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവുക. ഉണ്ടോ, പേപ്പറിനേക്ക് പിടിക്കുക, എന്നിട്ട് മോൾ ഭാഗത്ത് അപ്പോൾ ഈ ഒരു പെറ്റലാണ് വേണ്ടതെന്ന് മേടിക്കുക. അപ്പോൾ ഈ ഒരു പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വൈറ്റും താഴെയാണ് സ്പേസ്. അപ്പോൾ നോക്കിക്കോ, ഇതിങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ വരച്ചു. എന്നിട്ട് മുകളിലേക്കാണ് നമുക്ക് വൈറ്റ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രഷിനെ തിരിക്കുന്നുണ്ടോ ഇതാ, എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് നമ്മൾ വെറുതെ വിടും. തിരിച്ചിങ്ങനത്തെ പെറ്റൽ വരയ്ക്കണം. അത് മുകളിൽ ലൈറ്റും താഴെ ഡാർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ അതായത് ടിപ്പാണ് തട്ടിക്കുന്നത് ആദ്യം. അപ്പോൾ ടിപ്പ് തട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഈ സൈഡിലധികം പിങ്ക് റോസ് കളർ വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ടിപ്പ് തട്ടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പോയി. കുറച്ചൊരു ബെൻഡ് വേണമെന്ന് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ബെൻഡ് കൊടുത്ത് എന്നിട്ട് പോകുന്ന ഡയറക്ഷൻ കണ്ടോ, മെലിഞ്ഞ് പോകുന്ന കണ്ടോ, മെലിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മേജർ പെറ്റൽസ്, ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് എന്ന് പറയാനായിട്ട് ഉള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ വൈറ്റ് കൊണ്ട് അതായത് ഇങ്ങനെ ഈ ടിപ്പ് ഒരു ടിപ്പാട്ടോ ഞാൻ പേപ്പറിന് തട്ടിക്കുന്നത്. പിങ്ക് കളറിലെ ടിപ്പ് തട്ടിച്ചു, ജസ്റ്റ് പ്രസ് ചെയ്തു, എന്നിട്ട് ഇതോ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി എന്ത് പാറ്റേണാണ് വരുന്നത് നോക്കിക്കോ, ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ വെച്ച് പ്രസ് ചെയ്യുന്നത്, വൈറ്റ് ആണെങ്കിൽ ഇതോ ഇങ്ങനെ വരും. അതായത് ഒരു ടിപ്പ് വെക്കുക, ജസ്റ്റ് പേപ്പറിനോട് അമർത്തുക, വലിക്കുക. ഓക്കെ, പേപ്പറിനോട് അമർത്തുക. അല്ലാതെ ഒരു ടിപ്പ് ഇതിനോട് അമരുമ്പോൾ മറ്റേ ടിപ്പ് ഇവിടെ ഷാർപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, വലിക്കുക. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ലീഫായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലവർ വരയ്ക്കാൻ പെറ്റലായിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ഷേപ്പല്ലേ വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ നമ്മളൊരു പൂ വരച്ചില്ലേ, ഒന്നും ആക്കില്ല, ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ കുറേ പ്രാവശ്യം. അത് പെയിൻറ്റ് കുറയുന്നതിനനുസരിച്ചിട്ടാണ്, ഈ പെയിൻറ്റ് എത്ര കൂടുതലുണ്ടോ അപ്പോൾ അത്ര ഈ വീതിയിലുണ്ടോ. പെയിൻറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വീതി കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വീതിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ പെയിൻറ്റ് എടുത്തിട്ട് ചെയ്യാതെ. കണ്ടോ, പെയിൻറ്റ് കൂടുതൽ വരുമ്പോൾ കൂടുതൽ വീതിയിലാണ് പെറ്റൽസ് വരുന്നത്.
ഇതൊക്കെ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടാണ് വരച്ചത്. ഇനിയിപ്പോൾ ഇതിന് എനിക്ക് ഇല വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ തണ്ട് വരയ്ക്കണമെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കോർണർ കൊണ്ട് ഇങ്ങനെ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് ഇല വരയ്ക്കണമെങ്കിൽ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഓക്കെ, എനിക്ക് ഇലയായി. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ഇതേ പെറ്റലിനെ ജസ്റ്റ് ടിപ്പ് വെക്കുക, ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ ഒന്ന് പ്രഷർ കുറയ്ക്കുക. ഓക്കെ, ടിപ്പ് വെക്കുക, നല്ല പ്രഷർ കൊടുക്കുക, നിർത്തുമ്പോൾ ഒന്ന് പ്രഷർ കുറയ്ക്കുക. അപ്പോൾ അത് ഇങ്ങനത്തെ പെറ്റൽസ്, ഇങ്ങനത്തെ പൂക്കൾ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൂക്കളും വരയ്ക്കാം. ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് താഴോട്ട് വരുമ്പം പ്രഷർ കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് കുറേ അധികം പെറ്റൽസ് പോലെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് വേണേൽ ഒറ്റയടിക്ക് പൂ വരയ്ക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ കുറേ പൂക്കളെ പെറ്റൽസ് ഇതെനിക്ക് ഇവിടെ ക്യാമറ ഉള്ളതിനെ കൊണ്ട് തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ തിരിച്ച് ഇതിനിങ്ങനെയും തിരിച്ചാൽ മതി. എനിക്കിവിടെ ക്യാമറ പറ്റും. കുറച്ച് വിട്ടിട്ട് വരച്ചാണ് ചെയ്യാം. കണ്ടോ, അതിങ്ങനെ നമ്മളെങ്ങനെ തിരിക്കുന്നോ അതങ്ങനെയാണത് നീങ്ങുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറേ പെറ്റൽസ് ഉള്ള പൂക്കളും നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാം, വേറെ ഒന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് നടുവിൽ കുറച്ച് കുത്തിട്ടെടുത്തോളൂ, പൂവല്ലേ. കണ്ടോ, ഡേസി പോലെയൊക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു പെയിൻറ്റിങ് ഫോമിൽ ഞാൻ വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഒരു പെയിൻറ്റിങ്ങിലെ കുറേ ഫ്ലവേഴ്സിൻ്റെ, അപ്പോൾ ആ പെയിൻറ്റിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ.